ഇന്നലെ ജാസ്മിനും ഗബ്രിയും നടത്തിയ നാടകം നമ്മൾ കണ്ടതാണ്. ഇതിനെ ബേസ് ചെയ്ത് ബിഗ് ബോസ് പുതിയൊരു ടാസ്ക് കൊണ്ടുവന്നിരിക്കുകയാണ്, മെലോ ഡ്രാമ. അതായത് ആക്ഷേപഹാസ്യത്തിന്റെ രീതിയിലാണ് ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെപ്പറ്റിയുള്ള മാനദണ്ഡങ്ങളൊക്കെ ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുമുണ്ട്. എന്നാൽ സായി, നന്ദന, അഭിഷേക് ജയദീപ്, നോറ ഇത്രയും പേരടങ്ങുന്ന ടീമിൽ ഈ ടാസ്കിനെ പറ്റി വലിയൊരു പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. നോറ അടങ്ങുന്ന ടീം മെമ്പേഴ്സ് എല്ലാവരും തന്നെ വളരെ മാന്യമായിട്ട് ആ നാടകം കളിക്കാൻ തീരുമാനിക്കുന്നു. ഒരാളെ പോലും വ്യക്തിഹത്യ ചെയ്യാതെ വേണമെങ്കിൽ ആ ക്യാരക്ടറുകളെ ഇതിലേക്ക് കൊണ്ടുവരാം, പക്ഷേ അവർക്ക് ഹേർട്ടാവുന്ന രീതിയിൽ ഒന്നും ചെയ്യാതെ ഒരു ഫൺ എലമെന്റായി ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ നോറയ്ക്ക് ഇത് പോരാ. നോറ പറയുന്നത് ജാൻമണിയെ ഇതിനകത്ത് പ്രധാന ക്യാരക്ടറായി കൊണ്ടുവന്ന് ജാൻമണിയെ വലിച്ചു കീറി ഒട്ടിക്കണം എന്നാണ്. എന്നാൽ സായിയും അഭിഷേക് ജയദീപും ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തു. ഇവിടെ പലർക്കും പലരോടും പേഴ്സണൽ ഗ്രഡ്ജസ് ഉണ്ടാവാം, എന്നാൽ അത് ഈ ടാസ്കിലേക്ക് കൊണ്ടുവരേണ്ട എന്നാണ് സായിയുടെയും അഭിഷേക് ജയദീപിന്റെയും അഭിപ്രായം. എന്നാൽ നോറയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആവശ്യമില്ലാതെ ഒച്ചവെച്ച് സീനുണ്ടാക്കി അവിടെ ഇൻഡിവിജ്വലായിട്ട് നിന്ന് ടീമിന്റെ അഭിപ്രായത്തിനൊപ്പം നിൽക്കാതെ ഡ്രാമ ഇറക്കുന്നു. വാഷ്റൂം ഏരിയയിലേക്ക് പോയിരുന്ന് കരയുന്നു, ഭയങ്കര സീനാക്കി മാറ്റുന്നു. എന്തോന്നിടയിൽ ജാൻമണിയുടെ ഒരു ടോപ്പിക് എടുത്തിട്ട് ഒരു ഗ്രഡ്ജസ് വെച്ചൊരു സാധനം ചെയ്യണ്ട എന്നാണ് സായിയും അഭിഷേക് ജയദീപും പറയുന്നത്. കാരണം അവർക്ക് പവർ ടീമിൽ കയറണമെന്നുണ്ട്. പവർ ടീമിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ ടാസ്കിന്റെ പോയിന്റ് കൊടുക്കുന്നത് ജാൻമണി ഉൾപ്പെടുന്ന പവർ ടീം മെമ്പേഴ്സാണ്. അപ്പോൾ അവരെ സന്തോഷിപ്പിച്ചേ പറ്റൂ. അതൊരു ഗെയിമാണ്, അല്ലാതെ താഴ്ന്നു കൊടുക്കുന്നതൊന്നുമല്ല. അതുകൊണ്ട് ആരെയും ഹേർട്ട് ചെയ്യാതെ മാക്സിമം ഫണ്ണായിട്ട് ചെയ്യുക എന്ന അഭിപ്രായമാണ് സായിയും അഭിഷേക് ജയദീപും പറയുന്നത്. പക്ഷേ നോറയ്ക്ക് ഇത് പോരാ എന്നുള്ളതാണ്. ജാൻമണിയോടുള്ള പേഴ്സണൽ ഗ്രഡ്ജസ് ഈ ടാസ്കിൽ യൂസ് ചെയ്യണമെന്ന് നോറ പറയുന്നു. പവർ ടീമിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പവർ ടീമിന്റെ പിന്തുണ വേണം. അവരുടെ ജഡ്ജ്മെന്റ് ആണ് ഇതിൽ പ്രധാനം. അതൊരു സ്ട്രാറ്റജിയാണെന്ന് മനസ്സിലാക്കാതെ ഇൻഡിവിജ്വലായിട്ട് നിന്ന് ഗ്രൂപ്പിനൊപ്പം നിൽക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു മത്സരാർത്ഥിയെ മികച്ച ഗെയിമറായിട്ട് എങ്ങനെ കണക്കാക്കാൻ കഴിയും?